നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ധാർഷ്ട്യം നിറഞ്ഞവൻ അഹങ്കാരി രഞ്ജിത്തിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ ഏറെയാണ്. ഒടുവിലിപ്പോൾ സെല്ലിൽ കിടക്കാൻ തന്നെ വിധി. സംവിധായകൻ രഞ്ജിത്തിനെതിരെ നിർണായകമായ ചില വിവരങ്ങൾ DCP അശ്വതി ജിജി വെളിപ്പെടുത്തി. സംഭവ ദിവസം തന്നെ രഞ്ജിത്ത് അതിജീവിതയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. ഈ കേസിൽ വലിയ അട്ടിമറികളുടെ വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് DCP അശ്വതി ജിജിയുടെ ചില വെളിപ്പെടുത്തലുകൾ ശ്രദ്ധേയമാകുന്നത്. കാരവാനിൽ രഞ്ജിത്ത് ഒറ്റയ്ക്കായിരുന്നുവെന്ന് ഇപ്പോൾ പോലീസ് പറയുന്നു. കാരവാനിലേക്ക് യുവതി വന്നു കയറുന്ന ദൃശ്യങ്ങൾ CCTVയിലില്ല. പരാതി നൽകാൻ വൈകിയതിൽ അസ്വാഭാവികതയില്ല എന്നും DCP പറയുന്നു. കേസുമായി ബന്ധപ്പെട്ട് ബോബി കുര്യൻ, ശാലിനി എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും പോലീസ് നിലപാടറിയിച്ചു. പോലീസിന് തിരിച്ചടിയാകുന്ന ചില ഘടകങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിരുന്നു. സംഭവ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതിൽ ശ്രദ്ധേയം. കാരവാനിലേക്ക് യുവനടി കയറിപ്പോകുന്നതും ഇറങ്ങി വരുന്നതുമായ ദൃശ്യങ്ങൾ തൊട്ടടുത്തുള്ള CCTVയിൽ നിന്ന് ലഭിക്കുമെന്നായിരുന്നു പോലീസ് കണക്കുകൂട്ടിയത്. കാരവാനിൽ നിന്ന് യുവനടി കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങൾ കിട്ടിയാൽ അത് കേസിൽ ഏറെ നിർണായകമാകുമെന്നും പോലീസ് കണക്കുകൂട്ടി. കാരവാന്റെ ഉള്ളിൽ CCTVയില്ല. ഇക്കാര്യം രഞ്ജിത്തിന് തികച്ചും ബോധ്യമുണ്ട്. നേരിട്ടുള്ള സാക്ഷിമൊഴികളുടെ അഭാവവും പോലീസിനെ വലയ്ക്കുന്നു. സിനിമ സെറ്റിലുണ്ടായിരുന്നവർ ഇപ്പോൾ രഞ്ജിത്തിനെതിരെ മൊഴി നൽകാൻ തയ്യാറാകുന്നില്ല. സംഭവ സ്ഥലത്ത് രഞ്ജിത്തിനൊപ്പമുണ്ടായിരുന്ന കാരവൻ ഡ്രൈവറെ ചോദ്യം ചെയ്തു. എന്നാൽ അയാൾ ഒന്നും വിട്ടു പറയുന്നില്ല. താനൊന്നും കണ്ടില്ല എന്ന് മാത്രമാണ് കാരവൻ ഡ്രൈവറുടെ മൊഴി. മറുവശത്ത് ഇത്തരം ഘട്ടങ്ങളിൽ പോലീസ് ചില മുറകളൊക്കെ പ്രയോഗിച്ച് പ്രതിയെക്കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുക പതിവാണ്. എന്നാൽ രഞ്ജിത്ത് എന്ന സംവിധായകനെതിരെ മറ്റു മുറകളൊന്നും പുറത്തെടുക്കാൻ പോലീസിന് കഴിയുന്നില്ല. കുറ്റസമ്മതം നടത്താൻ രഞ്ജിത്ത് തയ്യാറാകാത്തതും പോലീസിനെ കൂടുതൽ വെട്ടിലാക്കുന്നു. മറുവശത്ത് ഈ പരാതി വ്യാജമാണ് എന്ന തൻ്റെ ആരോപണത്തിൽ ഇപ്പോഴും രഞ്ജിത്ത് ഉറച്ചു നിൽക്കുന്നു. ഫോർട്ട് കൊച്ചിയിലെ ആസ്പിൻവാൾ എയർ ക്യാമ്പിലുള്ള കാരവൻ എന്നിവിടങ്ങളിൽ തെളിവെടുപ്പ് പൂർത്തിയായി. ശാസ്ത്രീയ തെളിവുകളുടെ അഭാവമാണ് പോലീസിനെ ഏറ്റവും അധികം കുഴയ്ക്കുന്നത്. ഈ കേസിൽ യുവതിയുടെ മൊഴി അടിസ്ഥാനമാക്കി മാത്രം ഈ കേസുമായി മുന്നോട്ടു പോവുക പോലീസിന് അത്ര എളുപ്പമല്ല. കാരവാനിലെ ഈ സംഭവം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് രഞ്ജിത്ത് യുവനടിയെ ഫോണിൽ വിളിച്ചത്. രഞ്ജിത്തിന്റെ മൊബൈൽ ഫോൺ നിലവിൽ ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകിയിരിക്കുന്നു. ഇതിലെ ഡിജിറ്റൽ തെളിവുകളാണ് ഇപ്പോൾ പോലീസിന്റെ ആകെ പ്രതീക്ഷ. എന്നാൽ ഫോണിൽ നിന്ന് നേരിട്ടുള്ള തെളിവുകൾ കിട്ടുക അത്ര എളുപ്പമല്ല എന്ന് വിദഗ്ധർ പറയുന്നു. സിനിമാ സെറ്റിലെ മറ്റംഗങ്ങളൊന്നും രഞ്ജിത്തിനെ തള്ളിപ്പറയുന്നില്ല. മറുവശത്ത് രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ. താൻ കരൾ മാറ്റത്തിന് വിധേയനായ ആളാണ്. നട്ടെല്ലിൽ ഉൾപ്പെടെ ശസ്ത്രക്രിയയും മറ്റ് ചികിത്സകളുമൊക്കെ നടത്തിയിരുന്നു. ഡിജിറ്റൽ തെളിവുകളുടെ അഭാവത്തിൽ സാക്ഷിമൊഴികൾ മാത്രം ആധാരമാക്കി കുറ്റപത്രം സമർപ്പിക്കാം എന്ന കണക്കുകൂട്ടലിലും വലിയ പാളിച്ചകൾ. രഞ്ജിത്തിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പിക്കുന്ന ചില പ്രതികരണങ്ങൾ പുറത്തു വരുന്നു. അയാളുടെ സ്വഭാവം ഇത്തരത്തിലുള്ളതാണ് എന്ന് സിനിമാ ലോകത്തുള്ളവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ലൈംഗികാതിക്രമ കേസിൽ ഇപ്പോൾ അകത്തായതിനു പിന്നാലെ രഞ്ജിത്തിനെതിരെ സിനിമാ രംഗത്ത് നിന്ന് തന്നെയാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ. ആലപ്പി അഷ്റഫ് ശക്തമായ ചില പ്രതികരണങ്ങളുമായി രംഗത്തെത്തി. ആറാം തമ്പുരാന്റെ സെറ്റിൽ വെച്ച് രഞ്ജിത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണനെ മർദ്ദിച്ച സംഭവമാണ് വീണ്ടും ആലപ്പി അഷ്റഫ് ഒന്നുകൂടി വിവരിക്കുന്നത്. ഒടുവിൽ ഉണ്ണികൃഷ്ണനെ രഞ്ജിത്ത് മർദ്ദിച്ചിരുന്നുവെന്ന് നേരത്തെ ആലപ്പി അഷ്റഫ് തന്നെയാണ് വ്യക്തമാക്കിയത്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് ആലപ്പി അഷ്റഫ് നടത്തുന്നത്. അന്ന് ഒടുവിലിനെ അടിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ നാഭിക്ക് ചവിട്ടുകയും ചെയ്തിരുന്നു. കിഡ്നി രോഗം ബാധിച്ചിരുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണൻ വല്ലാതെ തളർന്നുപോയി. മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ സ്പോട്ടിൽ വെച്ച് തന്നെ മരിക്കുമായിരുന്നു. ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ നാഭിക്ക് ചവിട്ടിയ ആ കാഴ്ച താൻ കാണാതെ പോയി. എന്നാൽ ഈ സംഭവം താൻ യൂട്യൂബിൽ അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ നിർമ്മാതാവ് G സുരേഷ് കുമാർ തന്നെ വിളിച്ചു. ഈ സത്യം താൻ പുറം ലോകത്തോട് വെളിപ്പെടുത്തിയപ്പോൾ പലരും എന്നോട് ചോദിച്ച് എന്തുകൊണ്ടന്ന് പ്രതികരിച്ചില്ല. അവൻ്റെ ചെവിക്കല്ല് നോക്കിയൊന്ന് കൊടുക്കാൻ കഴിയുമായിരുന്നല്ലോ. കോടികൾ മുടക്കി ആരംഭിച്ച സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലുണ്ടായ പ്രശ്നം കൂടുതൽ വഷളാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. എങ്ങനെയെങ്കിലും പരിഹരിക്കാനാണ് ശ്രമിച്ചത്. എല്ലാവരും ചേർന്ന് പ്രശ്നം സമാധാനമായി അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ കയറി ഇടപെട്ട് വഷളാക്കുന്നത് ന്യായമാണോ? സംഭവം ഞാൻ ആദ്യമായി വെളിപ്പെടുത്തിയപ്പോൾ എന്നെ വിളിച്ച് ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവ് G സുരേഷ് കുമാർ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞതൊരു കാര്യം പറയുമ്പോൾ അത് മുഴുവനായി പറയേണ്ടേ എന്നാണ്. എന്താണ് എനിക്ക് പറ്റിയ തെറ്റ് എന്ന് ആലപ്പി അഷ്റഫ് G സുരേഷ് കുമാറിനോട് ചോദിച്ചു. ഒടുവിലാൻ വീണത് അടികൊണ്ടല്ല, അടിയുടെ കൂടെ നാഭിക്കിട്ടൊരു ചവിട്ടും കൊടുത്തിരുന്നു രഞ്ജിത്ത്.
ആ തൊഴിയുടെ ആഘാതത്തിലാണ് ഒടുവിലാൻ വീണത്. എന്നാൽ അന്നത്തെ ബഹളത്തിനിടയിൽ താനിത് ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ് അലപ്പി അഷ്റഫ് പറയുന്നത്. കിഡ്നി രോഗം ബാധിച്ച് ചികിത്സയിലിരിക്കുകയായിരുന്നു ആ കാലഘട്ടത്തിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ നാഭിക്കാണ് ചവിട്ടേറ്റത്. അന്ന് അദ്ദേഹം ജീവനോടെ രക്ഷപ്പെട്ടത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം. ആ സാധു മനുഷ്യൻ്റെ നിവൃത്തികേട്, നിസ്സഹായ അവസ്ഥ. തുടർന്നും ആ സിനിമയിൽ പിന്നീട് അയാൾ അഭിനയിച്ചു. എന്നാൽ അയാളുടെ ഗതികേടാണ് ഇതിനയാളെ നിർബന്ധിതനാക്കിയത്. തന്നെയുമല്ല, രഞ്ജിത്ത് പോലൊരു മനുഷ്യനെ നേരിടാനുള്ള ആസ്തിയും ശക്തിയും പ്രാപ്തിയുമൊന്നും ഒടുവിൽ ഉണ്ണികൃഷ്ണനുമില്ല. തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് ഘോഷയാത്ര നടത്തിയിരുന്ന അയാൾ ഒടുവിൽ അസുഖബാധിതനായി. കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. എന്നാൽ അപ്പോഴെങ്കിലും അയാൾക്ക് മാനസാന്തരം ഉണ്ടാകേണ്ടേ എന്നാണ് ആലപ്പി അഷ്റഫ് ചോദിക്കുന്നത്. ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്താപമുണ്ടാകുമെന്ന് താൻ വിശ്വസിച്ചു. ഒടുവിൽ ഉണ്ണികൃഷ്ണനെ തല്ലി താഴെയിട്ടു എന്ന് മാത്രമാണ് മലയാളികൾ കേട്ടത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ നാഭിക്ക് ചവിട്ടി വീഴ്ത്തുകയാണ് രഞ്ജിത്ത് ചെയ്തത്. പാവക്കൂത്ത് എന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ച് ഇന്നത്തെ ഒരു പ്രശസ്ത നിർമ്മാതാവിൻ്റെ കരണത്തടിച്ചിരുന്നു രഞ്ജിത്ത്. അന്നും അയാൾ നാഭിക്ക് ചവിട്ടുകയും ചെയ്തു. സംവിധായകൻ രഞ്ജിത്തിനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് കാളിരാജ് മഹേഷ് കുമാർ പറയുന്നു. ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ചതിന് ശേഷമാകും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. അതിജീവിതയുടെ പേര് പരസ്യപ്പെടുത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷണർ പറയുന്നു. ഞങ്ങളുടെ അന്വേഷണത്തിൽ കാരവാനിൽ രഞ്ജിത്ത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് തെളിവായിട്ടുള്ളത്. വേറെ ആരെങ്കിലും അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയാൽ ഭാവി നടപടികൾ സ്വീകരിക്കും. പോലീസ് ഇതിനകം തന്നെ ചിലരെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്ന് കമ്മീഷണർ പറയുന്നു. പരാതി സമിതിയുടെ മുന്നിൽ പരാതി നൽകിയൊന്ന് പോലീസിനറിയില്ല. സിനിമാ ലോകത്തെ വളർച്ച, അതിന് പിന്നാലെ രഞ്ജിത്തിൽ വന്നു ചേർന്ന ധാർഷ്ട്യം. ഒട്ടനവധി സിനിമാ താരങ്ങളെ രഞ്ജിത്ത് മർദ്ദിച്ചിട്ടുണ്ട് എന്ന കൃത്യമായ വെളിപ്പെടുത്തലുകളാണ് ഇവിടെ പുറത്തു വരുന്നത്. മറുവശത്ത് രഞ്ജിത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ കൂടുതൽ വിശേഷണങ്ങൾ സിനിമാ ലോകത്തിപ്പോൾ വലിയ ചർച്ചയാണ്. യുവനടിയെ പീഡിപ്പിച്ച കേസിൽ അത്ര പെട്ടെന്ന് നിസ്സാരമായി ഊരിപ്പോരാൻ രഞ്ജിത്തിന് കഴിയില്ല എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.